കാല് ഇങ്ങോട്ട് സ്റ്റെപ്പ് നിങ്ങോട്ട് ഇറക്കുകയും ഒന്നും മടുത്ത്. സ്വന്തം കാല് വരെ നിങ്ങളെ മടുത്തു. അപ്പൊ അത്ര നല്ല സ്വഭാവമാണ്. കാലൊന്ന് പരിശോധിക്കാം. ഒന്ന് പരിശോധിച്ച് നോക്കൂ. അയ്യോ, വേദനയുണ്ടോ? അല്ല, ചെറിയൊരു വികാരം. വികാരമോ? അല്ല, വേദന. വേദനയില്ല, വികാരം. വേദന. അയ്യോ, പ്ലാസ്റ്റർ നിർബന്ധമായിട്ടും വേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഉള്ള കാര്യം പറഞ്ഞില്ല, എനിക്ക് പ്ലാസ്റ്റർ ഇടണം ഇപ്പൊ. ഡോക്ടർ, എനിക്ക് തോന്നുന്നതേ ഇയാൾക്കേ അസ്ഥിയുടെ അസുഖം അല്ല, ഞരമ്പിന്റെ അസുഖം എന്നാ എനിക്ക് തോന്നുന്നത്. എന്തുകൊണ്ട് ഇയാളെ ചീട്ടൊക്കെ എടുത്ത് വെച്ചേക്കുന്നത്? എന്തോ ഇയാളുടെ പേരെന്തോ? ഇത് എന്റെ പേര് ചോറ്റുപാത്രത്തിൽ കറിയ. ചോറ്റുപാത്രത്തിൽ കറിയല്ലാതെ പിന്നെ മണ്ണ് വാരിയിടാൻ പറ്റുമോ? എന്താ ചെയ്യുന്നത്? എനിക്ക് പ്ലാസ്റ്റർ ഇടണം. പൊന്നു ഡോക്ടറെ, എനിക്ക് പെട്ടെന്ന് പോണം. എന്റെ ഭാര്യയാണെങ്കിൽ ഒരു കൈകെട്ടിക്കളിയുടെ ആശാട്ടിയാ. കൈവെട്ടിക്കളി ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ ആ കൈവെട്ടിയ ആൾക്കാരെ എല്ലാം കൊണ്ടുവരും. ഞാൻ പ്ലാസ്റ്റർ ഇട്ട് റെഡിയാക്കി തരാം. ഡോക്ടർ, അതല്ല പറഞ്ഞത്. ഡോക്ടർ, ഇയാളെ കാല് ശരിക്കും പരിശോധിച്ച് എന്താന്ന് വെച്ചാൽ മരുന്ന് കൊടുക്ക്. ഡോക്ടറെ, ഒരു എക്സ്റേ എടുത്തിട്ടേ ഒരു ഇഞ്ചക്ഷൻ എടുത്ത് ഒരു വേദനയ്ക്കുള്ള ഒരു ഗുളികൻ തന്നാല് ഈ അസുഖം മാറാനുള്ള കാര്യമുള്ളൂ. അല്ല, ഇത് വലിയ വിഷയമൊന്നുമില്ല, എനിക്കറിയാവുന്ന വിഷയമുള്ളൂ. എന്തുവാ എന്തുവാ എന്തുവാ? ഇയാളാണല്ലോ ഡോക്ടർ, ഞാൻ രോഗി. എനിക്കറിയാവുന്ന ചികിത്സ എന്താ ഇയാൾ പറയുന്നത്? ഞാൻ പറയുന്നില്ലോ ഇയാളുടെ കാലിൽ പ്ലാസ്റ്റർ ഇടണമെന്ന്. ഇത് കൊള്ളാം. ഇയാള് പഠിച്ചതാണോ? ഇയാള് പഠിച്ചതാണോ? ഞാൻ പഠിച്ചതാ. എത്ര വരെ പഠിച്ചു? 10ാം ക്ലാസ് വരെ. 10ാം ക്ലാസ് ജയിച്ചോ? തോറ്റുപോയി. കൊള്ളാം. എടാ, 10ാം ക്ലാസ് തോറ്റ താൻ പറയുന്നതാണോ അല്ലെങ്കിൽ MBBS പഠിച്ച ഡോക്ടർ പറയുന്നതാണോ ഏറ്റവും വലുത്? എന്ത് ഡോക്ടർ, എനിക്ക് പെട്ടെന്ന് പോകണമെന്ന്. ഇയാൾക്ക് എന്താ പോയിട്ട് എന്തോ ഇത്ര ധൃതി? ഡോക്ടർ, ഭാര്യ കൈകൊട്ടിക്കളുടെ ആശാട്ടിയാ ഞാൻ പറഞ്ഞത്. ഇന്ന് അവർക്ക് തന്നെ അവർക്ക് വെക്കാനുള്ള പൂവാ ഇത്, തല വെക്കാനുള്ള പൂ. ഈ പൂ കൊണ്ട് എന്നല്ലേ എന്റെ കാല് തല്ലി ഓടിക്കുന്നവള്. അങ്ങനെ ദേഷിച്ച് കളിക്കുന്ന കളിയല്ലേ? എന്താ പറഞ്ഞേ? അതുകൊണ്ട് ചെന്നില്ലെങ്കിൽ എന്റെ മുട്ടുകാല് തല്ലി ഓടിക്കും ഭാര്യ. മുട്ടുകാല് തല്ലി. ഒരു മിനിറ്റ്, ഇപ്പൊ വരാം. മെഡിക്കൽ ഡിസ്കഷൻ. ഡോക്ടർ, അതായത് ഇയാളുടെ ഭാര്യ വന്ന് കാല് തല്ലി ഓടിക്കും. പ്ലാൻ എ. അതിൽ എനിക്ക് വലിയ താല്പര്യമില്ല. ഞാൻ പ്ലാനിന്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പൊ ഇയാളുടെ ഭാര്യ വന്ന് കാല് തല്ലി ഒടിച്ചു കഴിഞ്ഞാൽ ഇയാളുടെ കാല് തകരും. അപ്പൊ നമുക്ക് ഇയാളുടെ കാലിൽ പ്ലാസ്റ്റർ ഇടാം. സാറിന്റെ 6000 തികയുകയും ചെയ്യും. അങ്ങനെ നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഞാൻ നയത്തിൽ അയാളെ പിടിച്ചു വെച്ചിരുന്ന സമയത്ത് അയാളുടെ ഇതങ്ങ് മാറ്റി കൊടുത്താൽ മതി. മാറ്റി കൊടുക്കണം. ഡോക്ടറെ, ചോറ്റുപാത്രത്തിൽ അറിയാ. ഡോക്ടർ വിരമിക്കുന്ന ദിവസമല്ലേ? അതെ അതെ. അപ്പൊ ഈ ഡോക്ടറെ, ഈ അസ്ഥിരോഗം തന്നെ തിരഞ്ഞെടുക്കാൻ എന്താ കാരണം? അസ്ഥിരോഗം തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം അതിന് വലിയ കഥയാണ്. അതായത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാനും ഒരു പെൺകുട്ടിയും കൂടെ അസ്ഥിക്ക് പിടിച്ച ഒരു പ്രണയമുണ്ടായിരുന്നു. അങ്ങനെ എന്നിട്ട് 64 ഇപ്പൊ കാലിനൊരു കുരുവില്ലല്ലോ പെണ്ണും പ്രണയത്തിന്റെ കാര്യം പറയുമ്പോഴത്തേക്ക്. അങ്ങനെ അസ്ഥിക്ക് പിടിച്ച പ്രണയം കഴിച്ചപ്പോഴത്തേക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവളുടെ ആങ്ങളമാരും അമ്മാച്ചന്മാരും കൂടെ ചേർന്നുകൊണ്ട് എന്റെ അസ്ഥികൾ ഓരോന്നോരോന്നായി ഓടിച്ചു. അങ്ങനെയാണ് ഞാൻ അകൽച്ചയുടെ വേദന ആദ്യമായിട്ട് അറിയുന്നത്. ആ പെണ്ണകന്നു പോയതിന്റെ വേദനയാണോ? പെണ്ണകന്നു പോയതിന്റെ അല്ല, അമ്മ ഓടിച്ച അസ്ഥികൾ ഓരോന്നും അകലിന്റെ ഒരു വേദന. എന്റെ പൊന്നു മോനെ, അത് നമ്മൾ സഹിക്കത്തില്ല. ആ ദിവസം ഞാൻ തീരുമാനമെടുത്തു, ഞാനൊരു അസ്ഥിരോഗ വിദഗ്ധൻ ആകുമെന്ന്. അത് മാത്രമല്ല, സാറിന് എല്ലിനോട് ഭയങ്കര സ്നേഹമാണ്. അതുകൊണ്ട് വണ്ടിയിൽ ഒട്ടിച്ചിരുന്ന എൽബോർഡ് പോലും ഇതുവരെ മാറ്റിയിട്ടില്ല. ഞാൻ വിരമിക്കുന്ന ദിവസമാണല്ലോ ഇന്ന്. ഇന്ന് എല്ലാവർക്കും സ്വീറ്റ്സിന് വരെ എന്താ കൊടുക്കുന്നത്? എന്തുവാ? എല്ലും കപ്പയും. അതാണ് സാറിന് എല്ലിനോടുള്ള സ്നേഹം. അപ്പൊ എനിക്ക് പെട്ടെന്ന് സിസ്റ്ററെ, എന്റെ പൂ സഞ്ചി വിടുന്ന എന്ത്? പൂവോ? എന്റെ പൂ സഞ്ചി